നമസ്കാരം. ഇവിടെ പുതിയ ചില വെളിപ്പെടുത്തലുമായി ടി സിദ്ദിഖ് പുറത്തേക്ക് വന്നിരിക്കുന്നു. ടി സിദ്ദിഖ് പറയുന്നതനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 6 മാസത്തിനകത്ത് ഇതിൻ്റെ ആദ്യഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതായത് വയനാടുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരായ സാധാരണക്കാരായ ജനങ്ങളുടെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ്. തന്നെയുമല്ല, ഇതിൻ്റെ യഥാർത്ഥ കണക്കുകൾ KPCCയുടെ കയ്യിലാണുള്ളത്. KPCC ആയിരിക്കും ഈ പറയുന്ന എത്ര രൂപ ഫണ്ട് വന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയേണ്ടത്. തന്നെയുമല്ല, ഇനിയിപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വീട് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിലവിലുള്ള ഫണ്ടിനേക്കാൾ 6-7 ഇരട്ടി തുക ചെലവാകും എന്നുള്ളതാണ് പറയുന്നത്. സിദ്ദിഖ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ സിദ്ദിഖ് ഇത്രയും കാര്യങ്ങൾ പറയുന്നു. സിദ്ദിഖ് ഒരു മാസത്തെ ശമ്പളം ഈ പറയുന്ന ഭവന നിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു എന്നൊക്കെ പറയുന്ന നല്ല കാര്യമാണ് അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആ തുകയും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ടി സിദ്ദിഖ് ഇപ്പം വയനാടിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വയനാടിൻ്റെ സമൂലമായ പരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹോരാത്രം പരിശ്രമിക്കുന്നു. പിന്നെ ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന വേളയിൽ അദ്ദേഹം അവിടെ ഒരാളായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരു MLA സംബന്ധിച്ചിടത്തോളം ആ MLA എപ്പോഴും ആ നാടിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളായിരിക്കണം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ടി സിദ്ദിഖ് എന്ന് പറയുന്ന MLA അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഒരു MLA ആയതുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം സുൽത്താൻ ബത്തേരി MLA ആയിരുന്നു IC ബാലകൃഷ്ണന് പകരം ഇദ്ദേഹം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അത് എന്നിരുന്നിട്ടും അവിടെ അത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഏകോപിപ്പിക്കാനും ഒക്കെ ടി സിദ്ദിഖ് എന്ന് പറയുന്ന MLA അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ടി സിദ്ദിഖ് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ടി സിദ്ദിഖ് പറയുന്നത് ശരി തന്നെയാണ്. ഈ പറയുന്ന 6 മാസം കൊണ്ട് അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നൊക്കെ പറയുന്നു. നിർമ്മാണം എന്ന് പറയുന്ന ഗ്രൂപ്പിനാണ്, അതായത് ലീഗുകാരുടെ വീട് നിർമ്മിച്ചിരുന്ന ഒരു ഗ്രൂപ്പിനാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴും വ്യക്തമാകാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു 3.24 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. ആ തുകയും ആ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര രൂപയ്ക്കാണ് ഈ ഭൂമി ഏറ്റെടുത്തത് അല്ലെങ്കിൽ വാങ്ങിയിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കോൺഗ്രസ് പുറത്തുവിടേണ്ടതല്ലേ? ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് എത്ര കോടി രൂപ കൊടുത്തിട്ടാണ് ഈ 3.25 ഏക്കർ അവിടെ മേടിച്ചിട്ടിരിക്കുന്നത്? ടി സിദ്ദിഖ് എന്തുകൊണ്ടാണ് അത് പൊതുജനത്തോട് പറയാത്തത്? പൊതുജനം അറിയേണ്ട കാര്യമാണ്. അല്ലാതെ കോൺഗ്രസ്സുകാർ മാത്രമായി പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചല്ല അവിടെ വീട് നിർമ്മിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത്. പിന്നെ തന്നെയുമല്ല, ഈ പറയുന്ന KPCC പുറത്തുവിടുമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന നിർണായക ഘട്ടത്തിലെങ്കിലും KPCC എന്തുകൊണ്ടാണ് ഒരു കണക്ക് പുറത്തേക്ക് വിടാത്തത്? ഇപ്പം സണ്ണി ജോസഫാണ്, സണ്ണി വക്കീലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, അധ്യക്ഷൻ. അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ KPCCയെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും ഒരു യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇത്ര കോടി രൂപ ഞങ്ങൾക്ക് ആകെ പിരിഞ്ഞു കിട്ടി, അതിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച് ഞങ്ങൾക്ക് തന്നത് ഇത്ര കോടി രൂപ. അപ്പോൾ കണക്കുകൾ സഹിതമായി പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉണ്ടാകും. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സംശുദ്ധരാണ്, അവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അവരുടെ കയ്യിൽ ഇത്രത്തോളം കോടി രൂപ അവർക്ക് പിരിഞ്ഞു കിട്ടിയതിൻ്റെ യഥാർത്ഥ വസ്തുത അവർ ജനങ്ങളെ അറിയിക്കാൻ തയ്യാറായി എന്നൊരു തോന്നലെങ്കിലും അറ്റ്ലീസ്റ്റ് ജനങ്ങൾക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് അവർ പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വസ്തു വാങ്ങാനായി എത്ര കോടി രൂപ മുടങ്ങി എന്നുള്ളത്. പിന്നെ അതോടൊപ്പം അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വീടുകളുടെ ഒരു കൂട്ടമാണോ അതോ ടൗൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും പോലെയുള്ള ഒരു പദ്ധതിയാണോ, ഭവന പദ്ധതി ഏത് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യവും ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു സ്കെച്ചും പ്ലാനും അറ്റ്ലീസ്റ്റ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെങ്കിലും സമർപ്പിച്ച് അവിടെ നിന്ന് ഒരു സാങ്ഷൻ വാങ്ങുന്നതിൻ്റെ കാര്യങ്ങളെങ്കിലും ഇതുവരെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചിട്ടുണ്ടോ, അതെങ്കിലും പുരോഗമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഈ പറയുന്ന അവിടുത്തെ MLA എന്നുള്ള നിലയിൽ ടി സിദ്ദിഖിൻ്റെ ബാധ്യതയല്ലേ അത് പറയേണ്ടത്? അതും ടി സിദ്ദിഖ് പറയുന്നില്ല. പക്ഷേ 6-7 കോടി രൂപ ഇരട്ടി തുക ഇവിടെ ചെലവാക്കേണ്ടി വരും എന്ന് പറയുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിലവിൽ ഉള്ള തുകയേക്കാൾ ആ തുകയുടെ 6-7 ഇരട്ടി ചെലവാകും എന്നൊക്കെ പറയാനുള്ള കാരണം എത്ര കോടി രൂപയുണ്ട് എന്നുള്ള കാര്യം ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിനു വേണ്ടി എത്ര കോടി രൂപ ചെലവാകും എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും പറയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് 6-7 ഇരട്ടി തുക ചെലവാക്കേണ്ടി വരും എന്ന് ടി സിദ്ദിഖ് പറഞ്ഞത്? അപ്പം ഇങ്ങനെ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു കാടടച്ച് വെടിവെക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാതെ എവിടെയൊക്കെയോ അവിടെയും ഇവിടെയും കൊള്ളിച്ച് പറയുന്നു എന്നുള്ളതാണ്.
ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തങ്ങൾ പിരിച്ചെടുത്ത കണക്കുകളുടെ യഥാർത്ഥമായ കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ എപ്പോഴും പാർട്ടി തയ്യാറായിരിക്കണം, സജ്ജമായിരിക്കണം. ഇവിടെ ഈ പറയുന്ന പോലെ 30 വീടിനുള്ള തുകയാണോ ശരിക്കും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ചു നൽകിയിട്ടുള്ളത്? അല്ല, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആകെ കൊടുത്തിരിക്കുന്ന 1,05,00,000 രൂപ എന്ന കണക്ക് മാത്രമാണ്. അപ്പോഴും നമുക്കറിയാം ഒരു വീടിന് 20 ലക്ഷം രൂപയെങ്കിലും മിനിമം അവിടെ ചിലവാകും, അതിൽ കൂടിയാലേ ഉള്ളൂ. അപ്പോൾ 20 ലക്ഷം രൂപ മിനിമം ചിലവാകുമ്പോൾ അവിടെ ഒരു 5 വീടിനുള്ള തുക മാത്രമാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള 25 വീട് എന്ന് പറയുന്ന വാഗ്ദാനം എവിടെ പോയി അവസാനിച്ചു? പിന്നീട് മറ്റൊരു കാര്യം കൂടി, ഇവിടെ രാഹുൽ ഗാന്ധി വെച്ച് നൽകും എന്ന് പറഞ്ഞ 100 വീടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം എത്തി, എത്രത്തോളം പുരോഗതിയിലേക്ക് എത്തി എന്നുള്ള കാര്യവും ഈ പറയുന്ന ടി സിദ്ദിഖ് പറയേണ്ടതല്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടി സിദ്ദിഖ് അവിടുത്തെ MLA ആണ്, അതോടൊപ്പം കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നൽകാമെന്ന് പറഞ്ഞ 100 വീടുകളുടെ കണക്കും അതിൻ്റെ ഏകദേശം അത് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് എവിടെ വരെ എത്തി എന്നെങ്കിലും പറയാനുള്ള ഒരു മര്യാദ കാണിക്കേണ്ടത് കേരള അതിർത്തി കടന്നോ, ഇനി അതല്ല കർണാടകയിൽ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീണോ, ഇനി അതല്ല വേറെ മഹാരാഷ്ട്രയിലോ എവിടെയെങ്കിലും പോയി കിടക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗുജറാത്തിലാണോ വീണത്, ഇതൊക്കെ അറിയേണ്ട ഒരു മര്യാദയില്ലേ? അല്ലെങ്കിൽ അതൊക്കെ അറിയിക്കേണ്ട ഒരു മര്യാദ ശരിക്കും ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ? കാരണം ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം ആ ജനങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് ടി സിദ്ദിഖ്. അത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാവാം, ഇനി അല്ല പിന്നെ ഈ പറയുന്ന നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു ഉദയം ചെയ്ത് നിൽക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണല്ലോ ടി സിദ്ദിഖ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് സിദ്ദിഖ് ജനങ്ങളോട് പറയുന്നില്ല? അപ്പം അല്ലാതെ ഞങ്ങൾ 6 മാസം കൊണ്ട് 6 മാസത്തിനകത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറയുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ് ഈ കല്ലിടിയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശില അനാച്ഛാദനം ചെയ്തിട്ട് ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ വണ്ടി കയറിപ്പോയത്. അപ്പോൾ ഈ 26 കഴിഞ്ഞിട്ടും തൊട്ടടുത്തത് നാളെ ആകുമ്പോൾ അത് 25 മാറുന്നു, വീണ്ടും 26-ലേക്ക്, അതായത് 1 മാസം എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തുന്നു. ഈ 1 മാസമായിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറുവിരൽ പോലും അനക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ നിന്ന് പോകുന്നത്? എന്തായാലും 1 മാസത്തിനകത്ത് വെച്ച് ഫണ്ട് കയ്യിലുണ്ട് എന്ന് തന്നെ വെക്കുക. ഈ ഫണ്ട് കയ്യിലുള്ള ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ പാർട്ടി എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോഡ് പാറക്കല്ലെങ്കിലും ഇറക്കിയിടാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പോട്ടെ, അതൊന്നും വേണ്ട, കുറ്റിയടിച്ചിട്ട് ഒരു ശിലാന്യാസം നടത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതുപോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും കഴിയാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വീടുകളുടെ ആദ്യഘട്ടം 6 മാസത്തിനകത്ത് ആരംഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് വ്യക്തമാക്കണം. പണമുണ്ട് കയ്യിൽ, പണം കയ്യിലില്ലാതെ വസ്തു വാങ്ങൽ നടക്കില്ല. പണം കയ്യിലില്ലാതെ ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യമില്ല. അതായത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്നിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ പിന്നെ ശിലോലിഖിതം, അത് തുറന്നു കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പോലെ പണം കയ്യിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം. അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആ ശിലാഫലകം വരെ ഊരിക്കൊണ്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുമ്പോൾ ഈ വീട് നിർമ്മാണത്തിന് ഒരു കട്ട് ഓഫ് ഡേറ്റ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് സണ്ണി വക്കീലാണെന്നേ KPCC അധ്യക്ഷനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പണം വന്നിരുന്നു എന്നുള്ള കാര്യം ഈ പറയുന്ന പിന്നെ ടി സിദ്ദിഖ് സമ്മതിക്കുന്നു. എന്നാൽ ആ പണം ഏത് വകുപ്പിൽ ചെലവായി പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചും ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, പക്ഷേ പുറത്തേക്ക് പറയില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ പണം വന്നിട്ടുണ്ട്, ആ പണം ആരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, എവിടെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇനി അങ്ങോട്ട് പറയേണ്ട K കരുണാകരൻ്റെ സ്മാരക മന്ദിരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പണപ്പിരിവുകൾ, ഇതിനു മുൻപ് നമുക്കറിയാവുന്ന പോലെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വീട് നിർമ്മാണത്തിന് വേണ്ടി ഓഫർ ചെയ്ത 1000 വീട് എന്ന് പറയുന്ന ഒരു ഫണ്ടിങ്. അപ്പോൾ അങ്ങനെ തുടങ്ങി നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ 10 വർഷക്കാലമായി അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ട് കൂടി ജനങ്ങളെ വഞ്ചിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒട്ടും പിന്നിലല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ പറയേണ്ടി വരും. അപ്പോൾ സിദ്ദിഖിനി എത്ര കടന്ന് മെഴുകിയാലും ശരി യാഥാർത്ഥ്യം ആകാതെ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.